ഒരിക്കലും തോൽക്കാനാവാത്ത യുദ്ധത്തിൽ പൊരുതുന്നതിന് തുല്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് തൈറോയിഡ് ബ്ലോഗറായ മരീന ഗുട്നറാണ്. തൈറോയിഡ് തകരാറുകൾ ആരുടെയും ജീവിതത്തിൽ വില്ലനാകാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. തൈറോയിഡ് തകരാറുകൾക്കുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസറും കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ അരുണസ് മേനോനാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. നമുക്കറിയാം, ഇപ്പോൾ ആൾക്കാർക്ക് രോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് അവബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഉറക്കമില്ല, ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്തുകൂടെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരെ വന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തിൽ തൈറോയിഡ് രോഗം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ തൈറോയിഡിൻ്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. അതെ, പറഞ്ഞ പോയിൻറ്റ്സ് വളരെ ശരിയാണ്. തൈറോയിഡ് രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാരണം ചിലപ്പോൾ നമ്മൾ പഴയതിൽ കൂടുതൽ അത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്തുള്ള ലാബിൽ ചെന്നാൽ ഉടനെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നു അസുഖങ്ങൾ. പിന്നെ പല കാരണങ്ങൾ ഇതിന് നമ്മൾ പറയുന്നുണ്ട് കൂടാനുള്ള കാരണം, ഈ തൈറോയിഡ് അസുഖങ്ങൾ കൂടാനുള്ള കാരണം. അതിൽ പ്രധാനമായി പറയുന്നത് ഒരു പൊല്യൂഷൻ്റെ ഒരു ഇതുണ്ടാകാം എന്നുള്ളതാണ്. എഗെയിൻ ഇതിന് പ്രൂഫൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ എൻവയൺമെൻറ്റിൻ്റെ ഇതെന്താണ്, അതിൽ ഭക്ഷണത്തിൻ്റെ ഉണ്ട്, വെള്ളത്തിൻ്റെ ഉണ്ട്, പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു കാരണം അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഇമ്മ്യൂണിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന തൈറോയ്ഡ് അസുഖങ്ങളാണ്. അതിൽ വലിയൊരു ഭാഗവും തൈറോയിഡിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. ഈ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ വേറൊരു കണ്ടീഷനുണ്ട്, അത് കുറേ കൂടെ ലെസ് കോമൺ ആണ്. പിന്നെ ഈ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നതിന് തന്നെ ആദ്യം പലപ്പോഴും നമ്മൾ കാണുന്നത് പറഞ്ഞാൽ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ, എന്നാലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പോലെ തൈറോയിഡ് ഗ്ലാൻഡിൽ വന്നിട്ട് അതിൽ നിന്ന് പിന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യും. ഇനി ഇതുകൂടാതെ തൈറോയിഡിന് മുഴകളായിട്ട് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ. ഗോയിറ്ററായിട്ട് വരാം, വേറെ മുഴകൾ തൈറോയിഡ് നോഡ്യൂൾസ് ആയിട്ട് വരാം. പിന്നെ അതിൽ ചെറിയ ഒരു ശതമാനം ആ കേസുകളിൽ ചിലപ്പോൾ ക്യാൻസറിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ കണക്കുകൾ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്? ചിലർ പറയും റേഡിയോ ആക്ടിവിറ്റിയുടെ ഇൻക്രീസ് കൊണ്ടാണ്. പക്ഷെ അതിനൊന്നും ക്ലിയർ ആയിട്ടുള്ള പ്രൂഫ് ഇപ്പോഴും ഇല്ല നമുക്ക്. അപ്പോൾ ഈ തൈറോയിഡ് രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് രക്തപരിശോധന നടത്തും. ഈ രക്തപരിശോധന അല്ലാതെ കൂടുതൽ ഡയഗ്നോസിസ് വന്നിട്ടുണ്ടോ? ഉണ്ട്. അത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്നനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പ്രവർത്തനത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അതാണ് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ പ്രശ്നമാണത്. ആ കേസുകളിൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ഏറ്റവും സെൻസിറ്റീവ്. അപ്പോൾ അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടിട്ടുണ്ടോ, ഫ്രീ T4 ആൻഡ് TSH എന്ന് പറയുന്നത്, T4 TSH എന്നുള്ള ടെസ്റ്റുകളിൽ തന്നെ നമുക്ക് പലപ്പോഴും ഒരു ബഹുഭൂരിപക്ഷം കേസുകളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഫംഗ്ഷൻ്റെ പ്രശ്നമാണ്. ഇനി ഒരു സ്ട്രക്ചറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ ആ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള ഒരു ഷേപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിന് നമ്മൾ അൾട്രാസൗണ്ട് ഉണ്ട്, വേറെ പലതരം സ്കാനുകളുണ്ട്, ന്യൂക്ലിയർ സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ പലതരം സ്കാനുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പ്രയോജനമായിരിക്കും. അപ്പോൾ ഓരോ കേസിലും ഏതാണ് ചെയ്യേണ്ടത്? ചില കേസുകൾ ചിലപ്പോൾ രണ്ടും ചെയ്യേണ്ടി വരും. ചിലതിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം മതി. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അതും വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, സ്ട്രക്ചറൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ എല്ലാം നോർമൽ ആണെങ്കിൽ തന്നെ മറ്റ് ടെസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ആ രോഗമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പലപ്പോഴും വരുന്ന സിംറ്റംസ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹെയർ ലോസ് അല്ലെങ്കിൽ ക്ഷീണം, വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആകുന്നു, അല്ലെങ്കിൽ ഓർമ്മക്കുറവ് വരുന്നു, ഇതൊക്കെ ഫങ്ഷണൽ പ്രശ്നങ്ങൾ കൊണ്ടേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക്, കാരണം ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം. സ്ട്രെസ് കൊണ്ട് തന്നെ വരാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. സ്ത്രീകളിൽ എസ്പെഷ്യലി ഒരു മെനോപോസ് എത്തുമ്പോൾ പലർക്കും ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വരുന്ന സിംറ്റംസാണ് നമ്മൾ പറയുന്ന നോൺ സ്പെസിഫിക് സിംറ്റംസ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് അല്ല, നമുക്ക് കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ തോന്നാം. അപ്പോൾ
അത്തരം കേസുകളിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് തന്നെ അത് ഉപയോഗിക്കാം. ആ ബ്ലഡ് ടെസ്റ്റ് പെർഫെക്റ്റ്ലി നോർമൽ ആണെങ്കിൽ നമുക്ക് അത് റൂൾ ഔട്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും ആ കേസുകൾ. അപ്പോൾ സിംറ്റം എന്താണെന്നനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റുകൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു സ്ത്രീകളുടെ കാര്യം, നമുക്കറിയാം ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതലും കാണുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ സ്ത്രീകളിലെ മെനോപാസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, കൗമാരകാലത്ത് പെൺകുട്ടികൾക്ക് ആർത്തവ തകരാറുകളാണ്, പക്ഷേ അവർ പലപ്പോഴും അത് വലിയ കെയർ ചെയ്യില്ല. ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഇത് തൈറോയിഡിൻ്റെ പ്രശ്നമാകും. അപ്പോൾ ആ സമയത്ത് തന്നെ അവരൊരു പരിശോധനയ്ക്ക് വരികയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് പല കാര്യങ്ങളിലും ഒരു മുൻകരുതൽ എടുക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ തീർച്ചയായും അത് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ആദ്യത്തെ 1-2 വർഷങ്ങൾ പലർക്കും ചെറിയൊരു ഇറഗുലാരിറ്റിയൊക്കെ ഉണ്ടാകാം, കുട്ടികൾക്കും സ്ത്രീകൾക്കും ആ സമയത്ത്. പക്ഷേ തൈറോയിഡ് സസ്പെക്റ്റ് ചെയ്യാനുള്ള ആ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ആയതുകൊണ്ട് അത് ചെയ്യുക തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട് കൊല്ലത്ത് നിന്ന്. ബാജിതയാണ്. ബാജിത, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറുണ്ട്, ചോദിക്കാം. ഡോക്ടർ, എനിക്ക് ഈ തൈറോയിഡ് ബാജിത, ടെലിവിഷനിൽ ശ്രദ്ധിക്കാൻ ചോദ്യം. സാറേ, എനിക്ക് 1 വർഷമായി തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്ത്. ഓക്കെ. അപ്പോഴും അത് ക്യാൻസറിലോട്ട് പോയി. ഓക്കെ. ക്യാൻസറിലോട്ട് പോയി. അത് ഇപ്പൊ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അത് അത് ഇനി വേറെ ഹലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു TV-യിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പല പ്രേക്ഷകരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഡോക്ടറിനോട് ചോദ്യം ചോദിക്കുമ്പോൾ TV-യുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കുക. ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ തൈറോയിഡിനൊരു പാരമ്പര്യ ഘടകമുണ്ടല്ലോ. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അടുത്ത ഒരു ജനറേഷന് ഇത് വരാനുള്ളൊരു സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിൽ എയർലി ആയിട്ട് തന്നെ ഈ കുട്ടികൾ ഒരു പരിശോധനയ്ക്ക് പോകുന്നത് നല്ലതായിരിക്കില്ലേ? അതെ. എന്താണ് ബുദ്ധിമുട്ട്? ശരിയാണ്, വളരെ ഒരു ഹെറിഡിറ്ററി ബേസിസ് ഉള്ള അസുഖമാണ്. പക്ഷേ എല്ലാവരിലും നമ്മളത് കാണാറില്ല. അപ്പോൾ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൊട്ടീനായിട്ട് ടെസ്റ്റ് പറയാറില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ പാരമ്പര്യം അല്ലാത്തൊരസുഖം കൺജനിറ്റലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാതെയോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞിട്ടോ ഉള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് അപ്പോൾ നമ്മളിപ്പോൾ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള കുട്ടികളിൽ വരുന്ന ജനിക്കുന്ന കുട്ടികളിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എൻഡോക്രൈൻ പ്രോബ്ലമാണ്. അപ്പോൾ അവരിൽ നമ്മളിപ്പോൾ റുട്ടീൻ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് ലോകം മുഴുവൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെയും അത് സ്വീകരിച്ചു കഴിഞ്ഞു. അത് വളരെയധികം കേസുകൾ കണ്ടുപിടിക്കുകയും ഉടനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്യും. കാരണം അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയെ, എസ്പെഷ്യലി ബ്രെയിനിൻ്റെ വളർച്ചയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. മറ്റെല്ലാ മസിൽസിൻ്റെ എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു കേസ്, ഒരു സെറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും സ്ക്രീനിങ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞല്ലോ പാരമ്പര്യമായി വരുന്ന സാധാരണ ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അതിന് എപ്പോഴാണ് ആ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ആൻസർ അതിനില്ല. കാരണം പല ഏജുകളിലായിരിക്കും വരുന്നത്. യൂഷ്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീനേജിലേക്ക് കയറുന്ന പ്രായം 11-12 വയസ്സ് ആ ടൈമിലായിരിക്കും. പക്ഷേ ചിലർക്ക് നേരത്തെ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ സിംറ്റംസ് വെച്ചാണ് ഇത് ചെയ്യാൻ പറയുന്നത്. കാരണം അച്ഛനും അമ്മയ്ക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യാൻ പറയില്ല. കാരണം പലപ്പോഴും പക്ഷേ പലരും വന്ന് ചോദിക്കാറുണ്ട്, അച്ഛനും അമ്മയും ഞങ്ങൾക്കുണ്ട്, അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്ക് 8 വയസ്സായി, കുറച്ച് വെയിറ്റ് കൂടുന്നു, ചെയ്യുകയല്ലേ നല്ലത്. അങ്ങനെ ഒരു കേസിൽ അവർക്കത് ചെയ്യുകയാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ചെയ്ത്, കാരണം ഒരു സിമ്പിൾ ടെസ്റ്റിൽ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മാസ് സ്ക്രീനിങ് ആയിട്ട് അത് ചെയ്യുന്നതിനോട് ഇപ്പോഴും ഒരു ക്ലിയർ കട്ട് നമുക്കൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പാടാണ്. നമുക്കൊരു കോളർ ഉണ്ട്. പിറവത്ത് നിന്ന് ശൈലജയാണ്. ശൈലജ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറുണ്ട്, ചോദിക്കാം. ഹലോ. പറയൂ. ഹലോ ഡോക്ടറെ, ഞാനെൻ്റെ മോൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പൊ മോള് 3 മാസം പ്രഗ്നൻസിയാ. അപ്പൊ ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ തൈറോയ്ഡ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തൈറോയിഡിൻ്റെ അത് ഏത് അളവാണെന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. ബഹുഭൂരിപക്ഷം കേസുകളിലും വലിയ പ്രശ്നങ്ങളാവാറില്ല അത്. അപ്പോൾ ഇതിനു മുമ്പ് അവർ ചെയ്തു നോക്കിയിരുന്നോ ടെസ്റ്റ്? പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും മോള് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആദ്യമായിട്ട് ഇപ്പോഴാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിൽ പല കേസുകളിലും എന്താ പറഞ്ഞാൽ വളരെ ചെറിയൊരു വേരിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ പ്രഗ്നൻസിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ചികിത്സിക്കണം എന്നുള്ളതാണ് എല്ലാവരും ഒരു അഗ്രിമെൻറ്റ്. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയെ ചിലപ്പോൾ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കാറില്ല. പിന്നെ മരുന്ന് എന്തുകൊണ്ട് സേഫാണെന്ന് പ്രൂവണുമാണ്. വളരെയധികം സ്റ്റഡീസ് ഇതിൽ ചെയ്തിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അത്തരം കേസുകളിൽ മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ സാധാരണ കുട്ടിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അൺലെസ് ലെവൽസ് വളരെ ഹൈയും ഒക്കെ വളരെ ഇപ്പോൾ TSH എന്ന് പറയുന്ന ടെസ്റ്റാണ് നമ്മൾ സാധാരണ മെയിനായിട്ട് ചെയ്യുക. അതിപ്പോൾ 50 കൂടുതലോ അല്ലെങ്കിൽ 100 കൂടുതലോ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇത് വരും. വളരെ ചെറിയൊരു വേരിയേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് മരുന്ന് സജസ്റ്റ് ചെയ്യും. കാരണം അതാണ് നല്ലത്, കഴിക്കാതിരിക്കുന്നതിനേക്കാളും കഴിക്കുന്നതാണ് നല്ലതെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ലെവൽ എന്തെന്നനുസരിച്ചാണ് നമ്മളത് ചികിത്സിക്കേണ്ടത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊന്നും വരില്ല എന്ന് തന്നെ എടുക്കണം. കാരണം ഒരു 90-95% കേസുകളിലും നമുക്ക് ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് വെച്ച് ചിലപ്പോൾ പ്രഗ്നൻസി കഴിയുമ്പോൾ നമുക്ക് മരുന്ന് നിർത്തുകയും തിരിച്ച് നോർമൽ ഇതിലേക്ക് പോവുകയും ചെയ്യാനും പറ്റും. ഓക്കെ. ഇപ്പം ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് തന്നെ ഇപ്പം തൈറോയിഡ് ഉള്ള ഒരു യുവതി ഗർഭം ധരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഗർഭധാരണത്തിന് മുൻപ് ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കുന്നതല്ലേ നല്ലത്? വളരെ ശരിയാണ്, വളരെ വളരെ ശരിയാണത്. പലപ്പോഴും അവർ അതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ യങ്ങായിട്ടുള്ള സ്ത്രീകൾക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. എപ്പോഴും പറയും ആ വേരിയേഷൻ. ഇപ്പോൾ നമ്മൾ വളരെ ക്ലിയർലി പ്രൂവണാണ്. ഇപ്പോൾ 100 മൈക്രോഗ്രാം കഴിക്കുന്ന തൈറോക്സിൻ കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ സാധാരണഗതിയിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരു 15-25% ഡോസ് ഇൻക്രീസ് 125 വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതാണ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കണ്ടാൽ ഉടനെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കണം. അതുപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസിക്ക് ഡെഫിനറ്റ്ലി ആ തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ നിൽക്കുന്നു എന്നുള്ളത് ഷുവറാക്കണം. അപ്പോൾ പലപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ പ്ലാൻ ചെയ്ത് പ്രഗ്നൻസിയിലേക്ക് പോകുന്നൊരു സമയത്താണെങ്കിൽ നമ്മൾ എവറി 3 months എങ്കിലും ആ ടെസ്റ്റ് ചെയ്ത് ആ ലെവൽസ് നോർമലൈസ് ചെയ്ത് പോകാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ടെൻഷൻ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ പോലെ അത് ചെറിയൊരു വേരിയേഷൻ പലപ്പോഴും വലിയ കുഴപ്പങ്ങളിലേക്കൊന്നും ലീഡ് ചെയ്യില്ല. എന്നാലും നമുക്കത് പെർഫെക്റ്റ് ആക്കി വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ തൈറോക്സിൻ ഗുളികകളുണ്ട്. അതല്ലാതെ തൈറോയിഡ് തകരാറുകൾക്ക് എന്തൊക്കെ ചികിത്സാ രീതികളാണുള്ളത്? അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ കുറവുള്ള കേസുകളിലാണ് തൈറോക്സിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഇപ്പോഴും ഉള്ളൂ. വേറെ ചില കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നതിൽ ഇതില്ല. കാരണം T3 എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ചികിത്സകൾ, പക്ഷേ അത് അക്സെപ്റ്റഡ് അല്ല. അത് പലരും ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ശരിയല്ല. അപ്പോൾ T4 എന്ന് പറയുന്ന ഹോർമോൺ, അതാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കാറ്. ആ മരുന്ന് നമ്മൾ ഡെയിലി ആയിട്ട് തന്നെ കഴിക്കണം. ഡെയിലി കഴിച്ചില്ലെങ്കിൽ ആ ലെവൽ കൃത്യമായി കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റേ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ കറൻറ്റ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. മരുന്ന് ശരിക്ക് നമ്മുടെ ലെവല് ഒരു താഴ്ന്നു പോകുന്ന ലെവലിനെ ഡെയിലി നമ്മളത് ലെവൽ ചെയ്ത് പോവുകയാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ്, തൈറോക്സിൻ റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ നോക്കേണ്ട അസുഖങ്ങൾ ഹൈപ്പർ തൈറോയിഡിസമാണ്. എന്ന് പറഞ്ഞാൽ ഓവർ ആക്റ്റീവ് തൈറോയിഡുള്ള അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. കാരണം അതിലെ മരുന്നുകൾ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ള മരുന്നുകളാണ്. ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ്, ന്യൂമാർക്കസോൾ എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകളുണ്ട്. അത് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ വലിയ ഡോസിൽ തുടങ്ങേണ്ടി വരും, പിന്നെ ഡോസ് കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ 1 വർഷം 1.5 വർഷമൊക്കെ ചികിത്സിക്കേണ്ടി വരും അത്. അപ്പോൾ ആ മരുന്നുകൾക്ക് കുറച്ചും കൂടെ സൈഡ് എഫക്ട്സ് കൂടുതലാണ്. അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് നോക്കി ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് തന്നെ പ്രധാനമായ മരുന്നുകളുടെ കാര്യത്തിൽ, ഗുളികകളുടെ കാര്യത്തിലുള്ള ചികിത്സകൾ ഇത് രണ്ടുമാണ്. പിന്നെ ചില കേസുകളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ സർജറി, അത് നമ്മൾ മുഴകളുള്ള കേസുകളായിരിക്കാം, ഗോയിറ്ററുള്ള കേസുകളായിരിക്കും. എല്ലാവർക്കും സർജറി വേണ്ട. അത് കണ്ടുപിടിക്കേണ്ടത് ആണ് അതിൻ്റെ ആവശ്യം. അൾട്രാസൗണ്ട്, പിന്നെ FNAC എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നീഡിൽ ടെസ്റ്റ് ചെയ്ത് സ്പെസിഫിൻ എടുത്ത് അത് വേണ്ട കേസുകളിൽ അത് ചെയ്യണം. കുഴപ്പങ്ങൾ കാണുകയാണെങ്കിൽ സർജറിക്ക് ഇതാക്കും. പിന്നെ ക്യാൻസർ പോലത്തെ പ്രോബ്ലം ആദ്യത്തെ കോളർ സൂചിപ്പിച്ചല്ലോ, ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലത്തെ കേസുകളിലാണെങ്കിൽ പിന്നെ വേറെ സ്കാനുകളുണ്ട്. അയഡിൻ സ്കാൻ എന്ന് പറഞ്ഞാൽ റേഡിയോ അയഡിൻ സ്കാൻ. ആ സ്കാനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ അയഡിൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അയഡിൻ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് മിക്കവാറും ട്രീറ്റ്മെൻറ്റുകളും
കവർ ചെയ്യും ഇത്രയും പറഞ്ഞ ഇതുകൾ. ഇപ്പോൾ ഡോക്ടർ ഈ ഗോയിറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗോയിറ്റർ തന്നെ പല തരത്തിലുള്ളതുണ്ടല്ലോ. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ഗോയിറ്ററുകളാണുള്ളത്? അപ്പോൾ അതിനുള്ള ചികിത്സ എന്തായിരിക്കും? അതെ, അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ വലുതാകുന്ന ആ ഒരു ടീനേജ് പ്രായത്തിൽ പ്യൂബർട്ടിയിലും ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ഗോയിറ്റർ. എന്നാൽ ഗ്ലാൻഡ് മൊത്തം മറ്റ് ഹോർമോൺസ് കൂടുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തമായിട്ട് കുറച്ചൊന്ന് ബൾജ് ചെയ്യും. അതൊരു അസുഖമല്ല. അപ്പോൾ പലരും അതിൽ പേടിച്ചു പോകും. കാരണം കുട്ടികൾ ചിലപ്പോൾ മെലിഞ്ഞായിരിക്കും, കഴുത്ത് മാത്രം ഇത്തിരി തടിച്ചു വരും. അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് പലപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അത് നോർമലായിരിക്കും. സ്കാൻ ചെയ്യുന്നു, സ്കാനിൽ കുറച്ച് വലിയൊരു ഗ്ലാൻഡ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മളവരെ റിയഷ്യൂർ ചെയ്യുക, അതിന് നമ്മളൊന്നും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോർമലായിട്ട് മാറിപ്പോയിക്കോളും. പിന്നെ വരുന്നത് 2 തരമാണ് പ്രധാനമായ ഗോയിറ്ററുകൾ. അതിലൊന്ന് ഈ സോളിറ്ററി ഇതായിട്ട്, എന്നാൽ ടോക്സിക് അഡിനോമ എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ ഹോർമോൺ കൂടുതലുണ്ടാക്കും, അല്ലെങ്കിൽ ഒറ്റ മുഴയായിട്ട് വരും. അല്ലെങ്കിൽ മൾട്ടി നോഡുലർ ഗോയിറ്റർ എന്ന് പറയും, MNG മൾട്ടി നോഡുലർ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുഴകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ചികിത്സകൾ എഗെയിൻ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്നുകിൽ അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണം, എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ കിടക്കുമ്പോൾ തട്ടുന്ന പോലെയോ, കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നം. അതുമല്ലെങ്കിൽ നമ്മൾ ഇതിലെന്തെങ്കിലും ക്യാൻസറിൻ്റെ വ്യത്യാസങ്ങൾ കാണുക, എന്നാൽ ചിലപ്പോൾ പെട്ടെന്നൊരു മുഴ വലുതായി എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ നീഡിൽ ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചികിത്സ. അപ്പോൾ എല്ലാ കേസുകളും ഇപ്പോൾ ഗോയിറ്റർ കണ്ടാൽ ഉടനെ സർജറി ആവശ്യമില്ല. ഇൻഫാക്റ്റ് ഒരു 90% കേസുകളിലും ആവശ്യമില്ല, ബാക്കിയുള്ള കേസുകളിലേ അത് ആവശ്യമുള്ളൂ. പക്ഷേ ഒരു ഫോളോ അപ്പ് നമുക്ക് ഫ്രം ടൈം ടു ടൈം ആവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർ രണ്ടാമത് പറഞ്ഞതാണ് ഈ നോഡുലാർ കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയുന്ന അത് ഒരു കൊളോയിഡ് ഗോയിറ്റർ നമ്മൾ പറയുമ്പോൾ സാധാരണ ഒരു FNAC കഴിഞ്ഞ് അതൊരു പെത്തോളജിക്കൽ ഡയഗ്നോസ് ആയി. പെത്തോളജിയിൽ വിട്ട് പെത്തോളജിയിൽ അവർ മൈക്രോസ്കോപ്പിൽ നോക്കിയുള്ളതാണ് ആ കൊളോയിഡ് എന്ന് പറയുന്ന തൈറോയിഡിനകത്തുള്ള പദാർത്ഥമാണ്. അപ്പോൾ അതിനെ കാണുന്നതാണ് നോഡുലർ കൊളോയിഡ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ആ ഒരു ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ബിനൈൻ ആയിട്ടുള്ളതാണ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ മാലിഗ്നൻ്റ് അല്ലാത്തതാണ്. സർജറി ആവശ്യമാണോ? ഇല്ല, പലപ്പോഴും ആവശ്യമില്ല. ആവശ്യം വരുന്നത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, എന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ കിടക്കുമ്പോൾ തട്ടുന്ന പോലെയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വളരുന്നു. ഇത്തരം കേസുകളിൽ നമുക്കത് നമ്മളിപ്പോൾ ഈവൻ കുത്തിയെടുത്ത ടെസ്റ്റ് നോർമലാണെങ്കിൽ പോലും നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അത്തരം കേസുകളിൽ മാത്രമേ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു കോളറോടുണ്ട്, എറണാകുളത്ത് നിന്ന് പത്മകുമാരിയാണ്. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ പറയൂ. ഡോക്ടർ, എനിക്ക് 1 വർഷമായിട്ട് ഇങ്ങനെ തൈറോയ്ഡ് നോക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം 12.5 കഴിച്ചത്. ശരി. അത് കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞ് നോക്കിയപ്പം കുറവില്ലായിരുന്നു. അപ്പം 25 ആയിരുന്നു. ഇപ്പം നോർമലാണ്. അപ്പം ഇത് തുടർച്ചയായിട്ട് കഴിക്കണോ ഈ ഗുളിക? അതെ, അത് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മരുന്ന് കഴിക്കുന്നത് അതിനെ ബാലൻസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡോസിലാണ് കഴിക്കുന്നതെങ്കിൽ അത് ലെവൽ നോർമലായിട്ടിരിക്കും. ഇപ്പോൾ ലെവൽ നോർമലായിരിക്കുന്ന ഒരു കേസിൽ നമ്മളത് തുടരണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കേസിൽ ചെറിയൊരു ഡോസേ വേണ്ടി വരുന്നുള്ളൂ, 12, 25 അത്രേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വേറെയും പല ടെസ്റ്റുകൾ നോക്കും. ഞാൻ പറഞ്ഞ ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കും, പിന്നെ ഈ ഗോയിറ്റർ പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. പക്ഷേ ഏതെങ്കിലും ഒരു ഫേസിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും ഡോസിൽ തന്നെ നിൽക്കുകയാണ്, ഡോസ് കൂടുതൽ വേണ്ടെങ്കിൽ ഡോസ് കുറച്ച് നോക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. പക്ഷേ അതൊരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. കുറച്ച് നോക്കിയിട്ട് ലെവൽ പിന്നെ നോർമൽ നിൽക്കുകയാണെങ്കിൽ ടേപ്പറിങ് ആൻഡ് സ്റ്റോപ്പിംഗ് എന്ന് പറയും. നമ്മൾ കുറച്ചിട്ട് നിർത്തി നോക്കും. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്ത് നോക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെയും ആ TSH കൂടുകയാണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ മരുന്ന് ലോങ് ടേം കഴിച്ചു പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കേസുകളും തുടർന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം കേസുകളിലും തുടർന്ന് നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ തൈറോയിഡ് തകരാറുകളുള്ളവരുടെ ഡയറ്റ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം അവർക്ക് നിയാസിൻ, ഈ സിങ്ക് ജീവകങ്ങളായിട്ടുള്ള B12, B6 ഇതൊക്കെ അടങ്ങിയ ഭക്ഷണം. അപ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണമായിരിക്കും അവർ കഴിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിൻ്റെ അസുഖമുള്ളവരിൽ വലിയ പഥ്യങ്ങളില്ല. ഒരു നോർമൽ ഡയറ്റാണ് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് തൈറോയിഡുമായിട്ട് ഏറ്റവും അസോസിയേറ്റഡ് ആയിട്ടുള്ളത് അയഡിനാണ്. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള കാലത്ത് അന്ന് അതുകൊണ്ട് ഗോയിറ്റർ വരികയും അതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ പ്രോബ്ലം കൂടുകയോ ഹൈപ്പോ തൈറോയിഡിസമോ അല്ലെങ്കിൽ ഹൈപ്പറോ വരായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കേസുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അയഡിൻ റിപ്ലീറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ വേണ്ടത്ര അയഡിൻ ഉണ്ട്.
അപ്പോൾ അയഡിൻ പിന്നെ നമ്മുടെ സോൾട്ടിലൊക്കെ അയഡിൻ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒരിക്കലും അങ്ങനെ ഓവർ എക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഉണ്ടാകാം, ഉണ്ടാവില്ല എന്നല്ല. പക്ഷേ നമ്മൾ അത്തരം ഫുഡുകൾ, ഇപ്പോൾ അയഡിൻ റിച്ച് ആയിട്ടുള്ള ഫുഡിൽ നിന്ന് സീ ഫുഡ്, പിന്നെ ഡയറി പ്രോഡക്ട്സ് കുറേയൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻലി സീ ഫുഡ് ഒരുപാട് കഴിക്കുന്നവരിലൊക്കെ ഉള്ളൂ അങ്ങനെ ഒരു എക്സസ് വരാനുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ സാധാരണ അഡ്വൈസ് കഴിഞ്ഞാൽ ഒരു നോർമൽ ഡയറ്റ്, ഇപ്പോൾ എല്ലാവരും ആദ്യം പറയുന്ന ക്യാബേജ് കോളിഫ്ലവർ കഴിക്കരുത് എന്നുള്ളതാണ്. അത് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അത് ഡെഫിനറ്റ്ലി കഴിക്കാം. പക്ഷേ ചെറിയ അളവുകളിലല്ലേ നമ്മൾ കഴിക്കുള്ളൂ, നമ്മുടെ ഒരു സൈഡ് ഡിഷേ ആവുന്നുള്ളൂ. അപ്പോൾ അതൊന്നും കൊണ്ട് വലിയ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമല്ല ഇത്. അപ്പോൾ ഇപ്പോൾ ഷുഗറിൻ്റെ അസുഖം എടുക്കുകയാണെങ്കിൽ, ഡയബറ്റീസ് എടുക്കുകയാണെങ്കിൽ ആ ഡയറ്റിലുള്ള ചേഞ്ചസ് വളരെ പ്രധാനമാണ്. വെയിറ്റ് കൺട്രോൾ ചെയ്യുകയും എല്ലാ ഇതുകളും. തൈറോയിഡിൽ ഇതിന് അത്ര വലിയ കാര്യമായ പ്രധാനമില്ല. പറഞ്ഞത് ശരിയാണ്, ചിലപ്പോൾ എന്താണ് സെലീനിയത്തിൻ്റെ ഡെഫിഷ്യൻ, ക്രോമിയം, പല കാര്യങ്ങളും ഇതിനകത്ത് പല എലിമെൻറ്റ്സിനും ഇതുണ്ട്. പക്ഷേ ഇതൊന്നും ഡയറ്റിൽ നമ്മളൊരു ചേഞ്ച് വരുത്തിയത് കൊണ്ട് തൈറോയിഡിൻ്റെ അസുഖത്തെ മാറ്റുന്നില്ല. ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ ഡയറ്റ് കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കി നമ്മൾ പറയുന്ന പോലെ അതിനെ റീപ്ലേസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് നോക്കിയാൽ, ഇപ്പോൾ നോളജ് മാറാം, പുതിയ ഡയറ്റുകളിലുള്ള ചേഞ്ചസ് വരാം. പക്ഷേ എല്ലാവരും പലതും പറയുമെങ്കിലും എവിഡൻസ് നോക്കുകയാണെങ്കിൽ തൈറോയിഡിലൊരു നോർമൽ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ മാത്രമേ ഇപ്പോഴും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ചിലത് കഴിക്കരുതെന്ന് പറയുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോയിട്രോജനുകളുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കരുതെന്ന് പറയുമ്പോഴും അത് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണത്? അതിൽ പ്രധാനമായി ഗോയിട്രോജൻസ് ഉള്ളത് ഇതൊക്കെയാണ്: ക്യാബേജ്, കോളിഫ്ലവർ, അത്തരം ഫുഡുകൾ. പിന്നെ സീ ഫുഡ് കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സീ ഫുഡ് എക്സസ് കഴിക്കുന്നവരിൽ, കാരണം അയഡിൻ കൊണ്ട് എക്സസ് അയഡിൻ കൊണ്ട് ഉണ്ടാവാം. ഇത് മൂന്നുമേ ഉള്ളൂ പ്രധാനമായിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, മറ്റ് ഇതുകളൊന്നും കുഴപ്പമൊന്നുമില്ല, ബാക്കി എല്ലാ ആഹാരങ്ങളും കഴിക്കാം. അപ്പോൾ അയഡിനാണ് അതിനകത്തൊരു പ്രധാനമായ ഇത് വരുന്നത്. ബാക്കിയൊന്നും ഇപ്പോൾ കാൽസ്യം ആയാലും അതൊന്നും ഇതിനെ വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. എല്ലാം നോർമലായിട്ടുള്ള ഒരു ഡയറ്റിൽ പോകാം. അതുപോലെ തന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതെ, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കാരണം തൈറോക്സിൻ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മരുന്നാണ്. സൈഡ് എഫക്ട്സ് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. ഒട്ടും തന്നെ ഇല്ലാത്ത വളരെ ചുരുക്കം മരുന്നുകൾക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ കഴിക്കുന്ന സമയവും കഴിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്ക്, രാവിലെ എണീറ്റ ഉടനെ പല്ല് വയ്ക്കുന്നതിന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഗുളിക കഴിക്കുക. ഒരു ഹാഫ് ആൻ അവറെങ്കിലും കഴിഞ്ഞിട്ടേ കാപ്പിയോ ചായയോ അല്ലെങ്കിൽ മറ്റ് ഫുഡുകളോ, അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ, അതിൻ്റെ ദഹനം ഇല്ലെങ്കിൽ വേരി ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു 100 മൈക്രോഗ്രാം കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം 75 പോകുള്ളായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം 100 പോകും. അപ്പോൾ വേരിയേഷൻ വരും. അപ്പോൾ ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കാണ് എപ്പോഴും പറയുന്നത്. ഇനി ചിലർക്കത് പറ്റാത്ത ആളുണ്ട്. അടുത്ത് തന്നെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, അവർക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തലയുറ്റോ എന്തൊക്കെയോ അസ്വാസ്ഥ്യം വരാണ്. അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് 3 hours എങ്കിലും കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിഞ്ഞ്. അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്, അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം 3 hours സമയത്ത് കഴിക്കാൻ പറയാറുണ്ട്. അതിൽ അടുത്ത കാലത്ത് പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, ആ സമയത്ത് കൊടുത്താലും നമുക്ക് ഒരുമാതിരി സ്റ്റഡി ലെവൽസ് എത്തിക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് അഡ്വൈസ് ഇങ്ങനെയായിരിക്കണം: രാവിലെ എണീറ്റ ഉടനെ ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അയൺ പോലത്തെ ഗുളികൾ കഴിക്കുന്നവർ ഒരിക്കലും, മിക്കവാറും ഒരു ഗുളികളും ശരിക്കും തൈറോക്സിൻ്റെ കൂടെ ചേർത്ത് കഴിക്കരുത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണം. അയൺ പോലത്തെ, അയണോ കാൽസ്യമോ ഒക്കെ ആണെങ്കിൽ ഒരു 2 to 4 hours ശേഷമേ കഴിക്കാവൂ. അപ്പോൾ അയൺ കഴിക്കേണ്ടത് നമ്മൾ രാത്രി കഴിക്കാൻ പറയും അവരോട്, അല്ലെങ്കിൽ കാൽസ്യം ആണെങ്കിൽ രാത്രി കഴിക്കാൻ പറയും, ഇത് രാവിലെ കഴിക്കാൻ പറയും. അപ്പോൾ മിക്സ് ചെയ്യരുത്, അതാണ്. അപ്പോൾ അതിൻ്റെ പവർ പോകും, അതാണ്. അപ്പോൾ ഈ തൈറോയിഡ് തകരാറുകൾ ഉള്ളവരൊക്കെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി. ഇപ്പോൾ ഡോക്ടർ ഇനിയും വരണം മറ്റൊരു വിഷയവുമായിട്ട്. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.